ദുബായിൽ 2 താമസ മേഖലകൾ കൂടി വികസിപ്പിക്കുന്നു. മദീനത്ത് ലത്തീഫ, അൽ യലായിസ് എന്നിവിടങ്ങളിലാണ് വിപുലമായ സൗകര്യങ്ങളുടെ താമസ കേന്ദ്രങ്ങൾ നിർമ്മിക്കുക. ഇത് സംബന്ധിച്ച പദ്ധതിക്ക് കിരീടാവകാശി ഷൈഖ് ഹംദാൻ അംഗീകാരം നൽകി. തുറസായ സ്ഥലങ്ങൾക്കുമായി നീക്കിവെക്കും. 12 കിലോമീറ്റർ നീളത്തിലാണ് ഇവിടെ സൈക്ലിംഗ് പാത നിർമ്മിക്കുക. 77 പാർക്കുകളിലേക്കും പ്രവേശനം സാധ്യമാക്കുന്ന രീതിയിലായിരിക്കും ഇതിന്റെ രൂപകൽപ്പന. കൂടാതെ സ്കൂളുകൾ, നഴ്സറികൾ, പള്ളികൾ, ക്ലിനിക്കുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ സമഗ്രമായ സൗകര്യങ്ങളും ഒരുക്കും. 3000 ഹെക്ടർ സ്ഥലത്താണ് മദീനത്തുൽ ലത്തീഫ എന്ന താമസ കേന്ദ്രം നിർമ്മിക്കുക. ഇവിടെ 1,41,000 പേർക്ക് താമസിക്കാൻ കഴിയുന്ന 18,500 റെസിഡൻഷ്യൽ യൂണിറ്റുകളാണ് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇവിടെ 77 പാർക്കുകളും നിർമ്മിക്കും. അൽ യലായിസിൽ 1108 ഹെക്ടറിലാണ് താമസ മേഖല വികസിപ്പിക്കുക. 8,000 റെസിഡൻഷ്യൽ യൂണിറ്റുകളിലായി 66,000 പേർക്ക് ഇവിടെ താമസിക്കാനാകും. 75 പാർക്കുകളും ഇവിടെ നിർമ്മിക്കും. 2 ഇടത്തുമായി 33 കിലോമീറ്റർ നീളത്തിൽ കാൽനടപ്പാത, സൈക്ലിംഗ് പാത എന്നിവ നിർമ്മിക്കും. മദീനത്തുൽ ലത്തീഫ മേഖലയിൽ ഏകദേശം 11% പ്രദേശം ഹരിത ഇടങ്ങൾക്കും തുറസായ സ്ഥലങ്ങൾക്കുമായി മാറ്റിവെക്കും. 12 കിലോമീറ്റർ നീളത്തിലാണ് ഇവിടെ സൈക്ലിംഗ് പാത നിർമ്മിക്കുക. 77 പാർക്കുകളിലേക്കും പ്രവേശനം സാധ്യമാകുന്ന രീതിയിലായിരിക്കും ഇതിന്റെ രൂപകൽപ്പന. കൂടാതെ സ്കൂളുകൾ, നഴ്സറികൾ, പള്ളികൾ, ക്ലിനിക്കുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ സമഗ്രമായ സൗകര്യങ്ങളും ഇവിടെ നിർമ്മിക്കും. മീഡിയ 1 ദുബായ്.